ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം കേട്ടോ. പോയിന്റ് ലോഡ് രണ്ട് എൻഡിലും വരുന്ന ഒരു കേസ്. ഓക്കെ, പോയിന്റ് ലോഡും ചെയ്യണം, UDLും ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ അങ്ങനത്തെ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്തത്. അത് നമുക്ക് നോക്കാം. അപ്പം പോയിന്റ് ലോഡ് വരുന്ന കേസിൽ രണ്ട് സൈഡിലും 1000 ന്യൂട്ടൺ ആണ് വന്നേക്കുന്നത്. 2 മീറ്റർ ആണ് ഓവർഹാങ് പോർഷൻ, ഇവിടെ 8 മീറ്റർ. ഓക്കെ, ഇത്രയാണ് നമുക്ക് വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രോബ്ലം ABCD. ഓക്കെ, ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പം ഇതിന് RA എന്ന് നമുക്ക് റിയാക്ഷൻ കൊടുക്കാം, ഇതിന് RB എന്ന് കൊടുക്കാം. അപ്പോൾ RA പ്ലസ് RB മൈനസ് 1000 മൈനസ് 1000 ഓക്കെ ഈക്വൽ ടു 0 എന്ന് കിട്ടും. സിഗ്മ V ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ RA പ്ലസ് RB ഈക്വൽ ടു 2000. റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇക്വേഷൻ 1 കൊടുക്കുക. ഇനി സിഗ്മ മൊമെന്റ് എബൌട്ട് A ഇസ് ഈക്വൽ ടു 0. അപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻഡിലോട്ട് എടുക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു എൻഡിലോട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഞാൻ C എടുക്കുവാണേ. സാധാരണ A ആയിരുന്നു എൻഡ്, അപ്പോൾ ഇവിടെ C എന്ന് എടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ 1000 ഇൻറ്റു 0, ഇവിടെ മൊമെന്റ് തന്നെ എടുക്കുമ്പോൾ അത് 0 ആയിരിക്കും. ഇനി RA ഇൻറ്റു 2, RA എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ സൈഡിലേക്ക് 2 വരും. അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, അപ്പം മൈനസ്. ഇനി RB മൈനസ് RB ഇൻറ്റു RB വരെയുള്ള ഡിസ്റ്റൻസ് ഇത് 8 ആണ്, ഇത് 2 ആണ്. അപ്പോൾ 8 × 10, മൊത്തം ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. ഇനി ഇത് 1000 ആണ്, 1000 ക്ലോക്ക് വൈസ് ആണ്, പ്ലസ് 1000 ഇൻറ്റു മൊത്തം ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പം അതിനെ സോൾവ് ചെയ്യുക. ഇപ്പം 2RA പ്ലസ് RB മൈനസ് ആണ് രണ്ടും, പ്ലസ് 10,000 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 2RA 10RB ഉണ്ട് കേട്ടോ. 10RB ഇസ് ഈക്വൽ ടു 10,000 എന്ന് വരും. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ, രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ മതി. രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് RA ഇസ് ഈക്വൽ ടു 1000 എന്ന് കിട്ടും, RBയും 1000 എന്ന് കിട്ടും. സോൾവ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ട് സോൾവ് ചെയ്യുക. ഇതിനെ നമുക്ക് വേണമെങ്കിൽ RA പ്ലസ് 5RB ഈക്വൽ ടു, പിന്നെ 2 വെച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തതാണ്. ഇവിടെ 5000 എന്ന് വരും. ഓക്കെ, ഒന്നാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. രണ്ടും തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ 5RB മൈനസ് RB ചെയ്ത് കഴിഞ്ഞാൽ RA ക്യാൻസൽ ആയി പോയിക്കോളും. 3 മൈനസ് 1 ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടും. ഇനി ഇപ്പോൾ രണ്ട് റിയാക്ഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻസ് ആണ് നമ്മളിനി ഇവിടെ എടുത്തെഴുതേണ്ടത്. ആ റിയാക്ഷൻസ് ഉള്ള ഓക്കെ 2 മീറ്റർ 8 മീറ്റർ ഇതാണ് ഇനി നമ്മൾ അനലൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ CABD. ഓക്കെ, ആദ്യം CA എന്ന് പറയുന്ന പോർഷൻ എടുക്കുന്നു, അവിടെ ഒരു സെക്ഷൻ എടുക്കും. എന്നിട്ട് ഇതിന്റെ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ നോക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുന്നു. ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒറ്റ ഫോഴ്സ് ഇവിടെയുള്ളൂ, ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഈക്വൽ ടു VX, ഇത് X മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. VX ഈക്വൽ ടു നമുക്ക് എത്രയാണെന്ന് കിട്ടും, മൈനസ് താഴേക്ക് മൈനസ് ആണ്. അപ്പോൾ 1000 ന്യൂട്ടൺ മൈനസ് 1000 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഇതിന്റെ മൊമെന്റ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഷിയർ ഫോഴ്സ് നമുക്ക് അറ്റ് സിയും അറ്റ് എയും കൂടെ ഇപ്പൊ കണ്ടുപിടിച്ചേക്കാം കേട്ടോ. അറ്റ് എ അറ്റ് എ അല്ല അറ്റ് സി എന്ന് പറയുമ്പോൾ X ഈക്വൽ ടു 0 ആണ്.
ഇപ്പൊ വി സി ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിന്റെ വാല്യൂ ഒന്നുമില്ല, 1000 ഉള്ളൂ. അപ്പൊ നമ്മൾ അതേപടി തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് വി സി 1000 എന്ന് കിട്ടും. ഇനി അറ്റ് എ എന്ന് പറയുമ്പോൾ ഈ സെക്ഷന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ, അതായത് ഈ ലോഡ് വരുന്നില്ല, അതിന്റെ തൊട്ട് മുന്നേ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരൊറ്റ ലോഡേ വരുന്നുള്ളൂ, സിയിലുള്ള ഒരൊറ്റ ലോഡ് മാത്രമേ വരുന്നുള്ളൂ. എക്സ് നമുക്ക് 2 മീറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം വി എ ഇസ് ഈക്വൽ ടു, എക്സ് വാല്യൂ ഒന്നും വരാത്തത് കൊണ്ട് ഇതേ വാല്യൂ തന്നെയായിരിക്കും, വ്യത്യാസം ഒന്നുമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യണേ, നമ്മുടെ ബെൻഡിങ് മൂവ്മെന്റ് നമുക്ക് ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചാലും മതി. ബെൻഡിങ് മൂവ്മെന്റും കൂടെ കണ്ടുപിടിച്ചിട്ട് അങ്ങ് പോവാം കേട്ടോ. അപ്പം ഈ ഒരു പോർഷനിൽ എ സി എന്ന് പറയുന്ന പോർഷനിൽ നമ്മുടെ ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാം എന്ന് പറയുമ്പം, അല്ലെ ബെൻഡിങ് മൂവ്മെന്റ് ഇക്വേഷൻ എം എക്സ് നമ്മൾ എടുക്കുവാണ്. അപ്പം ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, ഈ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, അത് എക്സ് ആണ്. 1000 ഇൻറ്റു എക്സ്. ഈ നമുക്ക് മൊമെന്റിന്റെ സൈൻ കൺവെൻഷൻ അറിയാം. ഇങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം മൈനസ് 1000 ഇൻറ്റു എക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി അറ്റ് സി, എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എം സി ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി അറ്റ് എ, എക്സ് ഇസ് ഈക്വൽ ടു 2 മീറ്റർ ആണ്. അപ്പോൾ എം എ ഇസ് ഈക്വൽ ടു മൈനസ് 1000 ഇൻറ്റു 2, നമുക്ക് മൈനസ് 2000 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതത്രയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നു. അപ്പൊ ഇവിടം വരെയുള്ളത് കഴിഞ്ഞു. ഇനി എ ബി എന്നുള്ള പോർഷനിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ സെക്ഷൻ എടുക്കുന്നത്. ഏത് സൈഡിൽ നിന്ന് വേണേലും നമുക്ക് എടുക്കാം, കാരണം രണ്ട് സൈഡിൽ ഈക്വൽ ലോഡിംഗ് ആണ് വരുന്നത്. ഞാൻ ലെഫ്റ്റിൽ നിന്ന് തന്നെ അങ്ങ് എടുക്കുവാണ്. റിയാക്ഷൻസ് ഇത് എ സി ബി ഡി, 2 മീറ്റർ 2 മീറ്റർ, ഇത് 8 മീറ്റർ. ഓക്കെ, ഇനി എ ബി എന്ന് പറയുന്ന പോർഷനിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ എക്സ് എടുത്തത്, അപ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെ കൺസിഡർ ചെയ്യുവാണ്. ഇനി വി എക്സ് ഷിയർ ഫോഴ്സ് ആണേ. ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ സൈഡിലുള്ള ലോഡ് മൊത്തം. അപ്പം 1000 താഴേക്കാണ്, ഇത് അപ്വേർഡ്സ് ആണ്. ഓക്കെ, അപ്പം മൈനസ് പ്ലസ് 1000 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ബി എക്സ് നമുക്ക് 0 എന്ന് കിട്ടും. അപ്പം അറ്റ് എ എന്ന് പറയുമ്പോൾ എയുടെ റൈറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. എയോട് ചേർന്ന് റൈറ്റ് എടുക്കണം, അതായത് റൈറ്റ് ഓഫ് എ ആണ് നമ്മൾ വരുന്നത്. അപ്പൊ അവിടെ വി എ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, മറ്റ് ബിയുടെ ലെഫ്റ്റ് ആണ്, അതായത് ബിയുടെ ഇവിടം വരെ. ഓക്കെ, ഇപ്പൊ ഈ ലോഡ് വരുന്നതിന് തൊട്ട് മുന്നേ വരെ ലെഫ്റ്റ് ആണ് വരുന്നത്. അപ്പൊ വി ബി ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താണ് 0 ആണ് നമുക്ക് വാല്യൂ വരുന്നത്, എക്സ് ഒന്നും ഇല്ല, 0 നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ, എ ബി കഴിഞ്ഞു, ആ സെക്ഷനിലെ ഷിയർ ഫോഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ആണ് വേണ്ടത്. ബെൻഡിങ് മൊമെന്റ് എടുക്കുമ്പോൾ എം ഇസ് ഈക്വൽ ടു, അല്ലെ എം എക്സ് ഇസ് ഈക്വൽ ടു, അവിടെ വരെയുള്ള ലോഡും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇത് മൊത്തം എക്സ് ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എടുക്കാം, ഈ 2 കുറച്ചാൽ പോരെ. അപ്പം എക്സ് മൈനസ് 2 എന്നാണ് നമ്മൾ ഈ ഡിസ്റ്റൻസിനെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ലോഡ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 10 ഇൻറ്റു 1000, അതെ ഈ സൈഡിൽ നിന്ന് 1000 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, മൊത്തം ഡിസ്റ്റൻസ് 1000 ഇൻറ്റു എക്സ്. അപ്പൊ നമുക്കറിയാം സൈൻ കൺവെൻഷൻ, ലെഫ്റ്റ് ഇങ്ങനെ നെഗറ്റീവ് ആണിത്, അപ്പോൾ നെഗറ്റീവ്. ഇനി ഇത് പോസിറ്റീവ് ആണ്, അപ്പൊ ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ പ്ലസ് 1000 ഇൻറ്റു എക്സ് മൈനസ് 2, ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. രണ്ടിൻ്റെ അകത്ത് ഓരോ എക്സ് ഉണ്ട്, ലീനിയർ വേരിയേഷൻ വരും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, കോൺസ്റ്റന്റ് വാല്യൂ ഒക്കെ ഇതൊക്കെ നമുക്ക് അറിയാം, കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യം അറിയാം. ഓക്കെ, ഇനി നമ്മൾ അറ്റ് എയും അറ്റ് ബിയും കണ്ടുപിടിക്കണം. അറ്റ് എയില് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ എം ഇസ് ഈക്വൽ ടു എം എ ഇസ് ഈക്വൽ ടു, രണ്ടിൻ്റെ അകത്തും എക്സ് വാല്യൂ ഉണ്ട്, അപ്പം നമ്മളത് കൊടുക്കണം. അപ്പം മൈനസ് 1000 ഇൻറ്റു 0 പ്ലസ് 1000 ഇൻറ്റു 0 മൈനസ് 2. ഇപ്പോൾ ഇവിടെ ഒരു -2 വരും. നമ്മൾ 1000 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -2000
ന്യൂട്ടൺ എന്ന് കിട്ടും. കിലോമീറ്റർ അല്ല ഇവിടെ വാല്യൂ, ന്യൂട്ടൺ ആണ്. അപ്പൊ MA നമുക്ക് കിട്ടി. ഇനി അറ്റ് സിയില് സി അല്ലോ ബി, അറ്റ് ബിയില് എക്സ് ഇസ് ഈക്വൽ ടു, മൊത്തം ഡിസ്റ്റൻസ് എത്രയാ? എക്സ് ബി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ 8 × 2 10 മീറ്റർ. ഓക്കെ, 10 മീറ്റർ ആണ് ബിയുടെ ഡിസ്റ്റൻസ്. അപ്പം MB ഇസ് ഈക്വൽ ടു -1000 ഇൻറ്റു 10 പ്ലസ് 1000 ഇൻറ്റു 10 - 2. അപ്പം ഇവിടെ 1000 ഇൻറ്റു 10 എന്ന് പറയുമ്പം നമുക്ക് 10,000 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ 10 - 2 എന്ന് പറയുമ്പോൾ 8 ആണ്, പ്ലസ് 8,000 വരും. അപ്പോൾ ഇവിടെ എത്ര തന്നെ വരും? -2000 തന്നെ വരും. അത്രയും ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ MB. ഇനി നമുക്ക് ഏത് പോർഷനിലാണ്? ഇനി അടുത്ത പോർഷൻ BD എന്ന് പറയുന്ന പോർഷനിലാണ്. BD എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മളുടെ CDAB. ഞാൻ ഈ പോർഷനിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എക്സ് നമ്മൾ റൈറ്റിൽ നിന്ന് എടുക്കാം, അതായിരിക്കും എളുപ്പം. ഇവിടെ ഏത് സൈഡിൽ നിന്ന് എടുത്തു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ലോഡ് കുറഞ്ഞ സൈഡിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അത്രയും കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണെന്നുള്ളതേ ഉള്ളൂ. 1000 ന്യൂട്ടൺ. ഓക്കെ, ഇത് എക്സ് എന്ന് എടുത്തു, ഇത് എക്സ് സെക്ഷൻ. ഇനി റൈറ്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്, റൈറ്റ് സൈഡ് ആണ്. ഷിയർ ഫോഴ്സ് VX, ഒരു ലോഡേ വരുന്നുള്ളൂ, താഴേക്കാണ്. റൈറ്റ് ഡൗൺവേർഡ്സ് പോസിറ്റീവ് ആണ്, പ്ലസ് 1000 അല്ല ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി അറ്റ് ബിയും ഡിയും കൊടുത്തു നോക്കാം. BX ഇസ് ഈക്വൽ ടു എത്രയാ? ഇത് 2 മീറ്റർ ആണ്. അപ്പൊ 2 മീറ്റർ. അപ്പൊ VB ഇസ് ഈക്വൽ ടു 1000 തന്നെ, വ്യത്യാസമൊന്നുമില്ല, ന്യൂട്ടൺ. ഇനി അറ്റ് DX ഇസ് ഈക്വൽ ടു 0 ആണ്, അവിടെയും വ്യത്യാസമൊന്നുമില്ല. VD ഇസ് ഈക്വൽ ടു 1000 ന്യൂട്ടൺ. ഓക്കെ, ഇനി നമുക്ക് ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ബെൻഡിങ് മൊമെന്റ് ആണ് ഇവിടെ, ഷിയർ ഫോഴ്സ് ആണ്. ബെൻഡിങ് മൊമെന്റ് റൈറ്റ് സൈഡ് ആണ് ഇതും. ഓക്കെ, MX എടുക്കുമ്പോൾ ലോഡ് ഇൻറ്റു ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഇനി റൈറ്റ് സൈഡ് ഡൗൺവേർഡ്സ് നെഗറ്റീവ് ആണ്, അപ്പൊ നമ്മൾ നെഗറ്റീവ് എടുക്കുന്നു. വേറെ ലോഡൊന്നുമില്ല, അപ്പോൾ ഒരൊറ്റ വാല്യൂ വരുന്നുള്ളൂ. അപ്പോൾ അറ്റ് DX ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ M ഇസ് ഈക്വൽ ടു 0. MD BX നമുക്ക് 2 മീറ്റർ എന്ന് കിട്ടും. MB ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു -2000. ഇനി നമ്മൾ ഇതിന്റെ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഓരോ പോയിന്റിലും കിട്ടിയേക്കുന്ന വാല്യൂസ് ആദ്യം ലോഡ് ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം ആണ്. ആദ്യം തൊട്ടേ നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ഷിയർ ഫോഴ്സ് BC BA നെഗറ്റീവ് 1000 ആണ്. ഇത് CABD ആണ്. ഇത് സിയിൽ നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. 1000 വീതമാണ് രണ്ട് പോയിന്റും ചേർത്ത് വരയ്ക്കുന്നു. കോൺസ്റ്റന്റ് ആണ്. ഇനി ഇവിടെ വരുന്ന AB എന്ന് പറയുന്ന പോർഷനിൽ VA VB 0 ആണ്. BAയും 0 ആണ്, VBയും 0 ആണ്. അടുത്ത പോർഷൻ ഇവിടെ BD ആണ്. BDയിൽ VB 1000ഉം VD 1000ഉം റൈറ്റ് പോർഷൻ ആണ്. 1000 1000. ഓക്കെ, ഇതാണ് നമ്മളുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുമ്പം
എന്ത് ചെയ്യണം? ഇതേപോലെ ബെൻഡിങ് മൊമെന്റ്സ് എടുത്ത് വരയ്ക്കുക. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു പോർഷനിൽ MC0 MA -1000 അതിൽ ലൈൻ വരയ്ക്കുക. MC ഇവിടെ 0 ആണ്. MA ഇത് -2000 ആണ്. മൈനസ് ആയതുകൊണ്ട് ലൈനിന് താഴെ വരച്ചു. ഇനി ഇവിടെ MA അത് -2000 തന്നെയാണ്. MB -2000 ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ കോമൺ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ നോക്ക്, ആണ് MB -2000 ആണ് 0. ഓക്കെ, ഇവിടെയും മാത്രം വേരിയേഷൻ ഉണ്ട്, ബാക്കി സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. മൈനസ് ആണ്. ഇതാണ് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. നമുക്ക് ബെൻഡിങ് മൊമെന്റ് വരും. പല പ്രോബ്ലത്തിൽ പല രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഈ കേസിൽ ഇങ്ങനെയാണ് വരിക.